ഹിമാലയൻ സിദ്ധാശ്രമ കേന്ദ്രം സംഘടിപ്പിച്ച 6ാമത് തീർത്ഥാടനം ഇത്തവണ മൂകാംബിക ക്ഷേത്ര സന്നിധിയിലേക്കായിരുന്നു. മൂകാംബികയിൽ ഹിമാലയൻ സിദ്ധാശ്രമ കേന്ദ്രത്തിൻ്റെ സാധകർ എത്തുന്നത് ഇത് 3ാം തവണയാണ്. കർണാടകയിലെ ഉടുപ്പി ജില്ലയിലുള്ള കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം ഭാരതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദേവീക്ഷേത്രങ്ങളിൽ ഒന്നാണ്. സൗപർണിക നദിയുടെ തീരത്ത് കുടജാദ്രിയുടെ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന മൂകാംബിക ക്ഷേത്രം അറിവിൻ്റെയും കലകളുടെയും ദേവതയായ സരസ്വതിയുടെ ചൈതന്യത്താൽ അനുഗ്രഹീതമാണ്. ആദിശങ്കരാചാര്യർ പ്രതിഷ്ഠ നടത്തിയ ഈ പുണ്യഭൂമിയിലേക്ക് ദശലക്ഷക്കണക്കിന് ഭക്തരാണ് ഓരോ വർഷവും എത്തിച്ചേരുന്നത്. പുരാതന കാലത്ത് കോലമഹർഷി തപസ്സു ചെയ്തിരുന്ന സ്ഥലമാണ് ഇതെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ ഉപദ്രവകാരിയായ കാംബാസുരൻ എന്ന അസുരനെ വധിക്കാനായി ദേവി അവതരിച്ചു. സംസാരശേഷിയില്ലാത്ത അസുരനായതിനാൽ അവൻ മൂകാസുരൻ എന്ന് വിളിക്കപ്പെട്ടു. ദേവി അവനെ വധിച്ച് മൂകാംബിക എന്ന പേര് സ്വീകരിച്ചു. ഈ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത അവിടുത്തെ സ്വയംഭൂവായ ജ്യോതിർലിംഗമാണ്. ഈ ലിംഗത്തെ ഒരു സ്വർണ്ണരേഖ സ്വർണ്ണവരി രണ്ടായി തിരിക്കുന്നു. ഇതിൻ്റെ ഒരു ഭാഗം ത്രിമൂർത്തികളായ ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ എന്നിവരെയും മറുഭാഗം ത്രിശക്തികളായ മഹാസരസ്വതി, മഹാലക്ഷ്മി, മഹാകാളി എന്നിവരെയും പ്രതിനിധീകരിക്കുന്നു. ആദിശങ്കരാചാര്യർ തൻ്റെ തപസ്സിലൂടെ ദേവിയെ പ്രത്യക്ഷപ്പെടുത്തിയതായാണ് വിശ്വാസം. ജ്യോതിർലിംഗത്തിന് പുറകിലായി കാണുന്ന ചതുർബാഹുവായ ദേവീ വിഗ്രഹം ശങ്കരാചാര്യർ പ്രതിഷ്ഠിച്ചതാണ്. ഹിമാലയൻ സിദ്ധാശ്രമത്തിലെ സാധകർ ഇത് 3ാം തവണയാണ് മൂകാംബികയിൽ എത്തുന്നത്. വളരെ ഭക്തി നിർഭരമായ ഒരു തീർത്ഥാടനമാണ് മൂകാംബികയിലേത്. ആദ്യ ദിവസം മൂകാംബികയിൽ അമ്മയെ ദർശിച്ചതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ 4:30 കുടജാദ്രിയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണ്. ഞങ്ങൾ താമസിക്കുന്ന മൂകാംബിക ധർമ്മപീഠം തദാതൻജിയുടെ ആശ്രമത്തിൽ നിന്നാണ് ജീപ്പുകൾ തയ്യാറാക്കിയിരിക്കുന്നത്. രാവിലെ 4:30 എല്ലാവരും തയ്യാറായി താഴെ റിസപ്ഷനിൽ വെയിറ്റ് ചെയ്യുകയാണ്. ഇതാ ജീപ്പുകൾ വന്നെത്തി. 6 ജീപ്പുകളിലായിട്ടാണ് കുടജാദ്രിയിലേക്ക് സാധകർ പോകുന്നത്. ഒരു ജീപ്പിൽ ഏകദേശം 8ഓളം പേർക്കാണ് യാത്ര ചെയ്യാൻ സാധിക്കുക. ഞങ്ങൾ താമസിക്കുന്ന ധർമ്മപീഠം ആശ്രമത്തിൽ നിന്നും കുടജാദ്രി മലയുടെ അടിവാരത്തിലേക്ക് ഏകദേശം 1.5 മണിക്കൂർ യാത്രയുണ്ട്. ജീപ്പുകൾ മാത്രമാണ് കുടജാദ്രി യാത്രയ്ക്ക് ഉപയോഗിക്കാൻ സാധിക്കുക. കുടജാദ്രി മല കയറണമെങ്കിൽ ഓഫ് റോഡാണ്. ഈ ഓഫ് റോഡിലൂടെ ജീപ്പുകൾക്ക് മാത്രമേ കയറി ചെല്ലാൻ സാധിക്കുകയുള്ളൂ. കർണാടക വനം വകുപ്പിന് കീഴിലാണ് കുടജാദ്രിമലയും പരിസര പ്രദേശങ്ങൾ. കുടജാദ്രിമല കയറണമെങ്കിൽ വനം വകുപ്പിൻ്റെ പ്രത്യേക അനുമതി ആവശ്യമാണ്. ജീപ്പുകൾ ധർമ്മപീഠം ആശ്രമത്തിൽ നിന്ന് 1.5 മണിക്കൂറോളം യാത്ര ചെയ്ത് കുടജാദ്രിമലയുടെ അടിവാരത്തിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അനുമതിക്കായി കാത്തു നിൽക്കുകയാണ്. 6 ജീപ്പുകൾക്കും മല കയറുവാനുള്ള അനുമതി ലഭിച്ചു. ഇനിയുള്ള റോഡുകൾ ഓഫ് റോഡാണ്, പൂഴി റോഡാണ്. ജീപ്പുകളിലൂടെ മാത്രമേ ഈ റോഡിലൂടെ യാത്ര ചെയ്യാൻ സാധിക്കൂ. മല തുരന്ന് വെട്ടിയുണ്ടാക്കിയ പ്രത്യേക വഴിയാണിത്. വർഷങ്ങൾക്ക് മുമ്പ് ഇത്തരം ജീപ്പ് പാതകൾ ഉണ്ടായിരുന്നില്ല. അന്ന് കാടിനുള്ളിലൂടെ ഒറ്റയടി പാതകളിലൂടെ സഞ്ചരിച്ചാണ് ഭക്തർ കുടജാദ്രിമലയുടെ മുകളിൽ എത്തിയിരുന്നത്. അല്പം സാഹസികമാണ് ഈ യാത്ര എന്ന് പറയാം. വളഞ്ഞു പുളഞ്ഞ് ചാടിയും തുള്ളിയുമാണ് ജീപ്പുകൾ ഈ മലമ്പാതകളിലൂടെ മുകളിലേക്ക് പോകുന്നത്. കുടജാദ്രി മലനിരകൾ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തോളം തന്നെ പ്രാധാന്യമുള്ള ഒരു പുണ്യഭൂമിയാണ്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 1343 മീറ്റർ ഉയരത്തിൽ പശ്ചിമഘട്ടത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ മലനിരകൾ പ്രകൃതി സൗന്ദര്യവും ആത്മീയതയും ഒത്തുചേരുന്ന ഒരിടമാണ്. കുടജാദ്രിയുടെ ഏറ്റവും വലിയ ആത്മീയ പ്രാധാന്യം ആദിശങ്കരാചാര്യരുമായുള്ള ബന്ധമാണ്. അദ്ദേഹം ഇവിടെയിരുന്ന് കഠിന തപസ് അനുഷ്ഠിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു. മലമുകളിൽ ശങ്കരാചാര്യർ ധ്യാനിച്ചിരുന്ന സ്ഥലത്ത് നിർമ്മിച്ച ചെറിയൊരു കല്ല് മണ്ഡപമാണ് ഇപ്പോൾ സർവജ്ഞപീഠം എന്നറിയപ്പെടുന്നത്. കുടജാദ്രി മലനിരകൾ അപൂർവമായ ഒട്ടേറെ ഔഷധ സസ്യങ്ങളാൽ സമൃദ്ധമാണ്. സഞ്ജീവനി പോലുള്ള ദിവ്യൌഷധങ്ങൾ ഇവിടെ ഉണ്ടെന്ന് പുരാതന ഗ്രന്ഥങ്ങൾ സൂചിപ്പിക്കുന്നു. ഈ മലനിരകളിലെ കാറ്റും വെള്ളവും പോലും ആരോഗ്യപ്രദമാണെന്ന് കരുതപ്പെടുന്നു. ആത്മീയതയ്ക്ക് പുറമെ സഞ്ചാരികൾക്ക് പ്രിയപ്പെട്ട ഒരു ട്രക്കിംഗ് കേന്ദ്രം കൂടിയാണ് ഇത്. കുടജാദ്രി മലമുകളിൽ നിന്നുള്ള സൂര്യ ഉദയവും സൂര്യ അസ്തമയ കാഴ്ചയും വളരെ പ്രസിദ്ധമാണ്. തെളിഞ്ഞ കാലാവസ്ഥയാണെങ്കിൽ ഇവിടെ നിന്ന് അറബിക്കടലിൻ്റെ വിദൂര ദൃശ്യം നമുക്ക് കാണാൻ കഴിയും. ഹിഡുമന വെള്ളച്ചാട്ടം
മലകയറ്റത്തിനിടയിൽ കാണാവുന്ന മനോഹരമായ ഒരു വെള്ളച്ചാട്ടമാണ് ഹിഡുമന വെള്ളച്ചാട്ടം. എന്നാൽ വേനൽക്കാലത്ത് ഇത് അപ്രത്യക്ഷമാകാറുണ്ട്. ഹിമാലയൻ സിദ്ധാശ്രമ കേന്ദ്രത്തിൻ്റെ സാധകർ മലയടിവാരത്തിലെത്തിയിരിക്കുന്നു. അടിവാരത്തിൽ ചില ക്ഷേത്രങ്ങളുണ്ട്. ഗണപതി പ്രതിഷ്ഠയും ശിവപ്രതിഷ്ഠയും കാളി പ്രതിഷ്ഠയും ഒക്കെയുള്ള ചെറിയ ചെറിയ ക്ഷേത്രങ്ങളാണിത്. ഇവിടെ തൊഴുതതിന് ശേഷം സിദ്ധാശ്രമ കേന്ദ്രത്തിൻ്റെ സാധകർ സാവധാനം മല കയറുകയാണ്. കുടജാദ്രി മല കയറുക വളരെ പ്രയാസമുള്ള കാര്യമല്ല. കന്യാകുമാരിയിലെ മരുത്വാൾ മല പോലെ അത്ര പ്രയാസമുള്ള കീഴ്ക്കാം തൂക്കായ കയറ്റ ഇറക്കങ്ങളല്ല കുടജാദ്രി മലയിലുള്ളത്. ആരോഗ്യമുള്ള ഏതൊരാൾക്കും സാവധാനം കയറിപ്പോകാവുന്ന മലനിരകളാണ് ഇത്. സിദ്ധാശ്രമ കേന്ദ്രത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഒരിക്കൽ കന്യാകുമാരി മരുത്വാൾ മലയിലേക്ക് തീർത്ഥാടനം സംഘടിപ്പിച്ചിരുന്നു. മരുത്വാൾ മല കയറ്റം വളരെ പ്രയാസകരമാണ്. അതിനെ അപേക്ഷിച്ച് കുടജാദ്രി മല കയറുക വളരെ ഈസിയാണ്. നാവിൽ ദേവിയുടെ മന്ത്രങ്ങൾ ജപിച്ച് ഏറെ സന്തോഷത്തോടെ ഊർജ്ജസ്വലതയോടെ സിദ്ധാശ്രമ കേന്ദ്രത്തിൻ്റെ സാധകർ മല കയറുകയാണ്. സൂര്യോദയമായി മുകളിൽ ഉദയസൂര്യൻ്റെ അതിമനോഹരമായ കാഴ്ച. മനസ്സിനും ശരീരത്തിനും ഒരുപോലെ ഉന്മേഷം നൽകുന്ന പ്രകൃതിയും ഈശ്വര ചൈതന്യവും ഒന്നിക്കുന്ന ഇടമാണ് കുടജാദ്രി. മൂകാംബിക ദർശനം പൂർണ്ണമാകണമെങ്കിൽ കുടജാദ്രി കൂടി സന്ദർശിക്കണം എന്നാണ് വിശ്വാസം. മലയിലാകെ വെള്ളപ്പട്ട് വിരിച്ചതുപോലെ മഞ്ഞ് മൂടിക്കിടക്കുന്നു. മൂടൽ മഞ്ഞിൻ്റെ പഞ്ഞിക്കെട്ട് പോലുള്ള നിറവും പ്രകൃതിയുടെ പച്ചപ്പും സൂര്യപ്രകാശവും ചേർന്ന് കുടജാദ്രി ഏറെ മനോഹരമായിരിക്കുന്നു. സാധകർ സാവധാനം മല കയറുകയാണ്. കീഴ്ക്കാം തൂക്കായ താഴ്വരകൾ ഇവിടെ കാണാം. പശ്ചിമഘട്ടത്തിൻ്റെ മടിത്തട്ടിൽ പച്ചപ്പട്ടുടുത്ത വനനിരകൾക്ക് മുകളിൽ വെള്ളിമേഘങ്ങളെ തലപ്പാവണിയിച്ച് നിൽക്കുന്ന ഒരു വിസ്മയമാണ് കുടജാദ്രി. പ്രകൃതിയും ആത്മീയതയും ഒരേ ബിന്ദുവിൽ സംഗമിക്കുന്ന ഈ പുണ്യഭൂമി കേവലം ഒരു മലനിരയല്ല, മറിച്ച് സഹസ്രാബ്ദങ്ങളുടെ തപസ്സിൻ്റെ ചൈതന്യം തുടിക്കുന്ന മണ്ണാണ്. കാനനപാതകളിലൂടെയുള്ള ഓരോ ചുവടും നമ്മെ കൊണ്ടുപോകുന്നത് ആദിശങ്കരൻ്റെ പാദസ്പർശമേറ്റ വഴികളിലേക്കാണ്. കാറ്റിൽ അലിഞ്ഞു ചേർന്ന മന്ത്രോച്ചാരണങ്ങൾ പോലെ ഇവിടത്തെ മരച്ചില്ലകൾ പോലും പ്രണവമന്ത്രം ചൊല്ലുന്നുവെന്ന് തോന്നിപ്പോകും. അറിവിൻ്റെ ഉത്തുംഗ ശൃംഗമായ സർവജ്ഞപീഠത്തിലേക്ക് നടന്നു കയറുമ്പോൾ താഴെ അഗാധമായ താഴ്വരകളിൽ മഞ്ഞു പുതപ്പുകൾ നീങ്ങുന്നത് കാണാം. നമ്മുടെ ഉള്ളിലെ അജ്ഞാനത്തിൻ്റെ ഇരുൾ നീങ്ങുന്നത് പോലെയാണിത്. മലമുകളിൽ നിന്ന് വെള്ളിനൂൽ പോലെ താഴേക്ക് പതിക്കുന്ന നീർച്ചാലുകൾ, അത് സൗപർണികയുടെ ശൈശവമാണ്. കുടജാദ്രിയിലെ ഔഷധ സസ്യങ്ങളുടെയും വേരുകളുടെയും ഗന്ധം പേറി വരുന്ന ഈ ജലം ഭക്തൻ്റെ ശരീരത്തെയും മനസ്സിനെയും ഒരേപോലെ ശുദ്ധീകരിക്കുന്നു. ഈ പുണ്യനദിയുടെ ഓരോ തുള്ളിയിലും പ്രകൃതി ഒളിപ്പിച്ചു വെച്ച ജീവൻ്റെ രഹസ്യങ്ങളുണ്ട്. സൂര്യപ്രകാശം പോലും എത്തിനോക്കാൻ മടിക്കുന്ന ചിത്രമൂലയിലെ നിഗൂഢമായ ഗുഹാമുഖം. അവിടെയാണ് ജഗദ്ഗുരു ആദിശങ്കരാചാര്യർ പരാശക്തിയെ നേരിൽ കണ്ടത്. നിശബ്ദതയ്ക്ക് പോലും ഒരു സംഗീതമുണ്ടെന്ന ഈ ഗുഹാന്തർഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പുറത്തെ ലോകത്തിൻ്റെ ബഹളങ്ങളിൽ നിന്ന് മാറി അന്തർമുഖനായിരിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരിടം. എന്നാൽ ഇന്ന് ചിത്രമൂല ഗുഹകളിലേക്ക് ഭക്തർക്ക് എത്താൻ സാധ്യമല്ല. ചില കാരണങ്ങളാൽ വനം വകുപ്പ് അത് അടച്ചിരിക്കുകയാണ്. ഇപ്പോൾ യാത്ര ചെയ്ത് കുടജാദ്രിയുടെ മലമുകളിൽ ശങ്കരപീഠത്തിൽ മാത്രം എത്താനാണ് നമുക്ക് കഴിയുക. അതിൻ്റെ താഴെയുള്ള ചിത്രമൂല ഗുഹകളിലേക്ക് ഇപ്പോൾ പ്രവേശനമില്ല. ഇതാ നാം ശങ്കരപീഠത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ആദി ശങ്കരാചാര്യരുടെ ഒരു പ്രതിഷ്ഠ ഈ കൽക്ഷേത്രത്തിനുള്ളിൽ കാണാം. സിദ്ധാശ്രമ കേന്ദ്രത്തിൻ്റെ സാധകർ ശങ്കരാചാര്യരുടെ പ്രതിഷ്ഠയ്ക്ക് മുന്നിൽ മന്ത്രോച്ചാരണങ്ങൾ ഉരുവിട്ട് ധ്യാന നിരതരാവുകയാണ്. കുടികൊള്ളും മഹേശ്വരി ഗുണദായിനി സർവശുഭകാരിണി. ആദിശങ്കരനെ തൊഴുത് ഗുരുമന്ത്രം ജപിച്ച് സരസ്വതീ കീർത്തനം ജപിച്ച് കനകധാരാ സ്തോത്രം ജപിച്ച് സാധകർ തങ്ങളുടെ അനുഷ്ഠാനക്രിയകൾ പൂർണ്ണമാക്കുന്നു. മഞ്ഞിൻ്റെ തണുപ്പും കാടിൻ്റെ വന്യതയും ഭക്തിയുടെ ലഹരിയും ഒത്തുചേരുന്ന കുടജാദ്രി സന്ദർശിക്കുന്ന ഓരോ യാത്രികൻ്റെയും ഉള്ളിൽ ഒരു തീർത്ഥാടകനെ ഉണർത്തുന്നു. ഇത് വെറുമൊരു യാത്രയല്ല, പ്രകൃതിയിലൂടെ
ദൈവത്തിലേക്കുള്ള ഒരു തിരിച്ചറിവാണ്. ഹിമാലയൻ സിദ്ധാശ്രമ കേന്ദ്രത്തിൻ്റെ 6ാമത് തീർത്ഥാടനവും മൂകാംബികയിലേക്കുള്ള 3ാമത് തീർത്ഥാടനവുമാണിത്. ഈ തീർത്ഥാടനത്തിൻ്റെ ഭാഗമായി മൂകാംബിക ക്ഷേത്രത്തിന് സമീപം തഥാതൻജിയുടെ ധർമ്മപീഠമാശ്രമത്തിൽ കഴിഞ്ഞ ദിവസം ത്രിശക്തി മഹായാഗം ഹിമാലയൻ സിദ്ധാശ്രമ കേന്ദ്രം നടത്തി. ലളിതാംബിക, ചണ്ഡിക, സരസ്വതി എന്നീ ദേവിമാരെ യാഗ അഗ്നിയിലേക്ക് ആവാഹിച്ച് പൂജിക്കുന്ന സവിശേഷമായ ഒരു യാഗമാണ് ത്രിശക്തി മഹായാഗം. യാഗത്തിൽ ധാരാളം ഭക്തന്മാർ പങ്കെടുക്കുകയും പ്രസാദം ഏറ്റുവാങ്ങുകയും ചെയ്തു. അതെ, അമ്മ മൂകാംബികയുടെ അനുഗ്രഹത്തോടെ പുണ്യകരമായ ഈ തീർത്ഥാടനം പൂർണ്ണമാവുകയാണ്. സർവവും അമ്മയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഓം ശ്രീ മൂകാംബികേ നമഃ.